ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കാൻ ഷാഫി പറമ്പിൽ വിഭാഗം ഇന്നലെ പാലക്കാട് ഷാഫിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്താൻ തീരുമാനമായി. പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുത്ത യുവ നേതാവാണ് രാഹുലെന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നുമാണ് ഷാഫി വിഭാഗത്തിന്റെ ന്യായീകരണം. എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്ന കാര്യം ഷാഫി പറമ്പിൽ നിഷേധിച്ചു. മുൻനിര നേതാക്കളിൽ നിന്നടക്കം ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല പ്രസ്താവനകൾ വന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് ഷാഫി വിഭാഗം ഏതാണ്ട് 10 മിനിറ്റ് നീണ്ടുനിന്ന ഗ്രൂപ്പ് യോഗം പാലക്കാട് ചേർന്നത്. പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുത്തയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIM-നെയും BJP-യെയും ശക്തമായി എതിർത്തതുകൊണ്ടാണ് രാഹുലിന് ഇത്രയധികം ശത്രുക്കൾ ഉണ്ടായത്. അങ്ങനെ ഒരാളെ പ്രതിസന്ധി വരുമ്പോൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരിയല്ല. ഷാഫി വിഭാഗം ഒരേ സ്വരത്തിൽ തീരുമാനിച്ചു. മാങ്കൂട്ടത്തിലിനെ ആരും തള്ളിപ്പറയാൻ പാടില്ലെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. വിഷയത്തിൽ ഉമാ തോമസിന്റെ നിലപാട് നിരാശപ്പെടുത്തുന്നതാണ്. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ രാഹുൽ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാകും. ഒഴിവാക്കി ഒറ്റപ്പെടുത്തേണ്ട സാഹചര്യമില്ല. എന്നാൽ ഗ്രൂപ്പ് യോഗം നടന്നു എന്ന വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു. താൻ പാലക്കാട് എത്തിയത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണെന്നും ഷാഫി പറഞ്ഞു. ഇപ്പുറത്തെ വീട്ടിലെ കല്യാണം, അതിന് വന്നത്, വേറെ നത്തിങ് പൊളിറ്റിക്കൽ, വളരെ പേഴ്സണൽ വിസിറ്റ്. കല്യാണത്തിന് മാത്രം വന്നത്, വേറെ ഒന്നുമില്ല. കല്യാണം മാത്രം, കല്യാണത്തിന് പൊളിറ്റിക്സ് ഇല്ലല്ലോ. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഗൃഹസന്ദർശന പരിപാടി തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ വിശദീകരണമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ലൈംഗിക വിവാദത്തിൽ പാർട്ടി കൈക്കൊണ്ട നിലപാടുൾപ്പെടെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വിശദീകരിക്കും. ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ രാഹുലിനെതിരെ പാർട്ടി ഉചിതമായ നടപടിയെടുത്തു. ഇത് കോൺഗ്രസിന്റെ മതിപ്പ് വർദ്ധിപ്പിച്ചെന്ന് സണ്ണി ജോസഫ്. കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാരിനെതിരെ ജനവിധി ഉണ്ടായിട്ടുണ്ട്. അത് ആവർത്തിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും. ലഘുലേഖകളടക്കം വിതരണം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തിവച്ച മാരക പ്രതിസന്ധി അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് നേതൃത്വം. ലൈംഗികാരോപണവും അതിന്മേൽ കേസുകളും നേരിടുന്ന നേതാക്കളെ പോലും CPIM-ഉം LDF-ഉം കൂടെ നിർത്തുകയാണെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും നിലപാട് ഇതുതന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയസാധ്യതകളെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ചർച്ച ചെയ്യുന്നതിലും ഭയമില്ല. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നത് CPIM ണെന്നും PMA സലാം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വന്നോട്ടെ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു രാഹുൽ മാത്രമല്ല, കേരളത്തിലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ മീ-ടു പദ്ധതിയിലും സിനിമാ രംഗത്തും രാഷ്ട്രീയത്തിലും ഒക്കെ സ്വന്തം പാർട്ടിക്കാർ കൊടുത്ത ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കുറിച്ചൊക്കെ വന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ഭയമില്ല. അതേ വേളയിൽ തന്നെയാണ് രാഹുലിനെ സംരക്ഷിച്ചൊപ്പം നിർത്താൻ ഷാഫി വിഭാഗം ഗ്രൂപ്പ് യോഗം ചേർന്ന് തീരുമാനമെടുത്തത് എന്നത് വേറെ കാര്യം. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, പാലക്കാട്.